ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. മൈഥിലിയുടെ കള്ളത്തരം മുഴുവനും മീനാക്ഷിക്ക് മനസ്സിലായിരിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മൈഥിലിയുടെ ഫോൺ പരിശോധിക്കുകയാണ് മീനാക്ഷി. ആദ്യമൊന്നും മൈഥിലി ഫോൺ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി പറയുമ്പോൾ മൈഥിലി ഫോൺ കൊടുക്കുകയാണ്. അല്ല, മീനാക്ഷി മൈഥിലിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ്. എന്നാൽ ഫോൺ നോക്കിയിട്ട് അതിൽ നിന്നും ഒന്നും കണ്ടിട്ടില്ല. എന്താ, എനിക്കെതിരെയുള്ള വല്ല തെളിവും കിട്ടിയോ എന്ന് പറഞ്ഞ് മൈഥിലി ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് ചോദിക്കുന്നു, എന്താ കാർത്തിയുടെ പോലീസ് ഉദ്യോഗസ്ഥൻ നിനക്ക് കിട്ടിയോ? മതിയടി കളിയാക്കിയത്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ കളിയാക്കിയാൽ നീ വിവരം അറിയുമെന്ന് രാജലക്ഷ്മി പറയുന്നു. കളിയാക്കാൻ ഇവളെ കുറിച്ച് കേമത്തിയാണെന്ന് നന്ദിനി. ഒരു തവണയും കൂടി നീ രക്ഷപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ നിന്റെ കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിക്കും, ഓർത്തു വെച്ചോ എന്ന് മീനാക്ഷി പറയുന്നു. നീ തൽക്കാലം വിജയിച്ചു എന്ന് കരുതി സന്തോഷിക്കേണ്ട. അവസാനം എല്ലാം കൂടി ഒരു വെള്ളിടി പോലെ വരും, അത് കാത്തിരുന്നാൽ കൊള്ളാം എന്ന് കൈമൾ പറയുന്നു. ശേഷം കാണിക്കുന്നത് ആരുടെയും കണ്ണിൽ പെടാതെ മൈഥിലി വീണ്ടും വൈശാഖിനെ വിളിക്കുകയാണ്. വൈശാഖെ, എല്ലാം തകർന്നടാ, നമ്മുടെ ചില പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു. എനിക്ക് മൈഥിലി ഇങ്ങനെ വെപ്രാളത്തോടെ പറയുമ്പോൾ എന്താ മൈഥിലി, നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം സമാധാനമായിട്ട് പറയുന്ന വൈശാഖ്. നമ്മൾ ആ നന്ദിനിയെ ക്യാൻസർ പേഷ്യൻ്റ് ആക്കി മാറ്റിയില്ലേ, ആ സംഗതിയാണ് പൊളിഞ്ഞതെന്ന് മൈഥിലി. അതെങ്ങനെയാണ് വൈശാഖ്? എടാ, ആ മീനാക്ഷിയെ കൊണ്ട് ഒരു രക്ഷയില്ല. അവൾക്ക് എപ്പോഴും ഡൗട്ട് അടിച്ചോ, അവളെ തിരക്കി പിടിച്ച് ആ ഡ്രാമ പൊളിച്ചു എന്ന് മൈഥിലി. ഓ മൈ ഗോഡ് എന്ന് വൈശാഖ്. എന്നെയും നിന്റെ ചേച്ചി മാലതിയുമാണ് അവർക്ക് സംശയം. അവള് ഞങ്ങളുടെ ഫോൺ പിടിച്ചു വാങ്ങി കോൾ ലിസ്റ്റ് ഒക്കെ പരിശോധിച്ചു. ഞാൻ നിന്നെയും ഇന്ദ്രേച്ചിയും വിളിക്കുന്ന ഫോൺ അല്ലല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നത്, അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുവല്ലേ, അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് മൈഥിലി. എൻ്റെ പൊന്നു മൈഥിലി, ഒരു കാരണവശാലും ആ ഫോൺ കാണാൻ ഇടവരരുതാരും. കാർത്തിയുടെ കയ്യിൽ കോൾ ലിസ്റ്റ് കിട്ടിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുവേ എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു, ഞാൻ അത്രയേറെ മണ്ടിയല്ല. ഫോൺ കടലിൽ എറിഞ്ഞാലും ഞാൻ അത് അവർക്ക് കൊടുക്കില്ല. നീ ആ ഫോൺ കടലിൽ എറിയല്ലേ, കടലടിച്ച് കരയിൽ കയറ്റും. എടി, കായലിൽ കളഞ്ഞോ, എന്നാലും കുഴപ്പമില്ല എന്ന് വൈശാഖ്. ഫോണിൻ്റെ കാര്യത്തിൽ നീ പേടിക്കേണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ മറ്റൊരു പണി നിനക്ക് വരുന്നുണ്ട്. നീ ഏതോ ലബോറട്ടറി ടെക്നീഷ്യനെ കൈക്കൂലി കൊടുത്ത് ആ സ്കാനിങ് റിപ്പോർട്ട് തിരുത്തിയില്ലേ, ആ റിപ്പോർട്ടിൻ്റെ പുറകെയാണിപ്പോൾ മീനാക്ഷി. അവളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട്, അവളതെന്തായാലും കണ്ടെത്തും എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു, ആ റിപ്പോർട്ട് കണ്ടെത്തിയാൽ നമുക്ക് എല്ലാവർക്കും അത് പ്രശ്നമാകും. ആരും അത് വെറുതെ വിടില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് മൈഥിലി. ഡോൺ വെറി, ഞാൻ തിരുത്തിച്ച സ്കാനിങ് റിപ്പോർട്ട് ഒരിക്കലും മീനാക്ഷിയുടെ കയ്യിൽ കിട്ടില്ല. ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട, സമാധാനമായിട്ടിരിക്കുന്ന വൈശാഖ്. ശേഷം കാണിക്കുന്നത് മീനാക്ഷി അപ്പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അയയിൽ മൈഥിലിയുടെ ആ ഡ്രസ്സ് വിരിച്ചിട്ടിരിക്കുന്നു, നൈറ്റ് ഡ്രസ്സ്. ഈ വൃത്തികെട്ട ഡ്രസ്സ് ഇവിടെ ഇട്ടാൽ അത് ഇവിടെ തന്നെ വൃത്തികേടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോവുകയാണ്. തുടർന്ന് ജയറാം ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങുകയായിരുന്നു. നന്ദിനി അവിടേക്ക് ചായയുമായി വന്നിരിക്കുന്നു. എങ്ങോട്ടാ ജയേട്ടാ യാത്ര, ടെക്സ്റ്റൈൽസിലേക്കാണോ എന്ന് നന്ദിനി ചോദിക്കുന്നു. അല്ല, ആ സ്കാനിങ് റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ മീനാക്ഷിയോടൊപ്പം ഞാനും പോകുന്നുണ്ട്. എല്ലാം വന്നിട്ട് പറയാം. ദൈവം എനിക്ക് തിരിച്ചു തന്നതാണ് എൻ്റെ ദേവിയെ. എൻ്റെ ദേവിക്ക് ഒന്നും വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജയറാം പറയുന്നു. എന്ന് പറഞ്ഞ് ജയറാം വിഷമത്തോട് നിൽക്കുമ്പോൾ നന്ദിനി ജയറാമിനോട് പറയുന്നു, എന്താ ജയേട്ടാ ഇങ്ങനെ എന്നൊക്കെ. ഒത്തിരി അനുഭവിച്ചു എൻ്റെ ദേവിയും ഞാനും. ഇനി വേട്ടയാടുന്നവരെ ഞാൻ വെറുതെ വിടില്ല, പോരാടി തോൽപ്പിക്കുമെന്നൊക്കെ ജയറാം പറയുന്നു. എന്നിട്ട് ആ ചായക്കപ്പ് നന്ദിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം ആ അയ്യയുടെ ഭാഗത്തേക്ക് പോയതായിരുന്നു മൈഥിലി. ആ ഡ്രസ്സ് മാത്രം അവിടെ കാണുന്നില്ല. എൻ്റെ നൈറ്റ് ഡ്രസ്സ് കാണുന്നില്ലല്ലോ, അത് ആരെടുത്തോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു. അല്ല, ആ നൈറ്റ് ഡ്രസ്സ് ഇത് ആരെടുത്തോണ്ട് പോവാനാ? പിന്നെ കുഞ്ഞമ്മയെ വിളിക്കുന്നുണ്ട്. മാലതി ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പാറും കോവയ്ക്ക തോരനൊക്കെ കൂട്ടി മടുത്തു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈഥിലി എവിടേക്ക് വന്നിട്ട് പറയുന്നു, കുഞ്ഞമ്മായി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്. അലയ്ക്ക് ഉണക്കാനിട്ടിരുന്ന എൻ്റെ നൈറ്റ് ഡ്രസ്സ് കണ്ടോ എന്ന് മൈഥിലി ചോദിക്കുന്നു. നിന്റെ നൈറ്റ് ഡ്രസ്സോ? എൻ്റെ പൊന്ന് മൈഥിലി, ഞാൻ ഈ ഔട്ട് ഹൗസിലേക്ക് താൽക്കാലികമായി ട്രാൻസ്ഫർ ആയാൽ പിന്നെ ചെമ്പകമംഗലത്തെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു കാരണം പോലെ കൊടിത്തോരണം പോലെ പാറിക്കളിച്ച നിന്റെ നൈറ്റ് ഡ്രസ്സ് ഒരു ദയനീയമായ അവസ്ഥയിൽ ഞാൻ കണ്ടു എന്ന് മൈഥിലി. ദയനീയ അവസ്ഥയോ എന്ന് മൈഥിലി ചോദിക്കുന്നുണ്ട്. അതല്ലേ നിന്റെ നൈറ്റ് ഡ്രസ്സ് എന്ന് മാലതി പറയുന്നുണ്ട്. അതിലാണിപ്പോൾ മുളക് ഉണക്കാനിട്ടിരിക്കുന്നു. മറ്റേത് 2 എണ്ണം ഉണ്ടായിരുന്നു. മറ്റതിൽ ചാണകമാണ് ഉണക്കാനിട്ടിരിക്കുന്നത്. ഇതാരായി മര്യാദകേട് ചെയ്തതെന്ന് മൈഥിലി. ആരായിരിക്കുമെന്ന് മാലതി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു, എൻ്റെ ശത്രു എന്ന്. നിന്റെ ആജന്മ ശത്രു മീനാക്ഷി, അവളെ ഇത് ചെയ്യുമെന്ന് മാലതി പറയുന്നു. അവളെ ഞാൻ കൊല്ലുമെന്ന് മൈഥിലി പറയുമ്പോൾ മാലതി മനസ്സിൽ വിചാരിക്കുന്നു, കൊന്നാൽ നന്നായിരുന്നു. അവള് പരലോകത്തേക്കും ഇവള് വനിതാ ജയിലിലേക്കും പോകും. ചെമ്പകമംഗലത്ത് ശുദ്ധവായു കിട്ടുമെന്നും പറയുന്നു. എന്താ നിങ്ങൾ ആലോചിക്കുന്നതെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ, അല്ല, അവളുടെ ഡെഡ് ബോഡിയിൽ ഒരു റീത്ത് വെക്കുന്ന കാര്യം ആലോചിച്ചതാണെന്ന് മാലതി പറയുന്നുണ്ട്. അത് വീണ്ടും ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് മൈഥിലി.
എന്തായാലും ഇതവളൊരു കൊലച്ചെരി തന്നെയാണ് ചെയ്തതെന്ന് മാലതി. ഞാൻ അവളെ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മൈഥിലി. നീ അവളെ അങ്ങ് തട്ടിക്കളാ, അവളെ പട്ടടയിൽ വെച്ച് കത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും മാലതി പറയുന്നു. ശേഷം കാണിക്കുന്നത് ആ സ്കാനിംഗ് സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ജയറാമനും മീനാക്ഷിയും ഒക്കെ വൈശാഖ് ഏർപ്പെടുത്തിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ഇവരെ നിരീക്ഷിക്കാനായിട്ട്. അവർ രണ്ടുപേരും ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച കാറിൽ രണ്ടുപേരും പോകുകയായിരുന്നു. അവർ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കാണ് വരുന്നത് എന്ന് സുരേഷ് എന്നാൾ വൈശാഖിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജയറാമനും മീനാക്ഷിയും പോകുന്നു. ഇവരെ രണ്ടുപേർ ബൈക്കിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ വന്ന് അവരുടെ കാറിന് മുന്നിൽ നിർത്തിയിരിക്കുന്നു. ഭയത്തോടെ മീനാക്ഷി അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. കാറിന്റെ ഡോർ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങണ എന്ന് പറഞ്ഞ് ജയറാമിനെ പിടിക്കുകയാണ് ഒരാൾ. മറ്റൊരാൾ മീനാക്ഷിയും കാറിന് പുറത്തേക്ക് ഇറക്കി. മോളെ ഒന്നും ചെയ്യലേ എന്ന് പറഞ്ഞ് അയാൾ ജയറാമൻ അയാളെ തട്ടി മാറ്റിയിട്ട് മീനാക്ഷി പിടിച്ചിരുന്ന അയാളെയും ഒരൊറ്റ ഇടിക്ക് എറിയുന്നു. പിന്നെയും ജയറാമനെ ഉപദ്രവിക്കാൻ മറ്റൊരാൾ വന്നു. അയാളെ ജയറാം അടിച്ചിടുന്നുണ്ട്. എങ്കിലിപ്പോൾ രണ്ടുപേരും കൂടി വന്ന് അവരെ കീഴ്പ്പെടുത്തുകയാണ്. അതിനിടയിൽ മീനാക്ഷി അതിലൊരാളെ ചവിട്ടി തള്ളിയിട്ടു. അതിനിടയിൽ മീനാക്ഷിക്ക് ഒരു അടി കിട്ടുന്നുണ്ട്. എന്താ അച്ഛാ, അവരൊക്കെ ആരാ, എന്തിനാ അവർ നമ്മളെ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നു. എനിക്കറിയില്ല അവരാരാണെന്ന്, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ജയറാം പറയുന്നു. ഈ സമയം ഒരാൾ വന്ന് കാറിന്റെ അകത്ത് നിന്ന് ആ സ്കാനിംഗ് റിപ്പോർട്ട് എടുക്കുന്നുണ്ട്. എടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരാൾ വന്നിരിക്കുന്നത് കാർത്തി തന്നെയാണ്. കാർത്തി അയാളെ ചവിട്ടിയിട്ടു. പിന്നെ രണ്ടുപേരെയും ഒന്നിച്ച് കീഴ്പ്പെടുത്തുകയാണ് കാർത്തി. അതിൽ ഒരാൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ആ ഫയൽ കയ്യിരിക്കുന്ന ആള് അയാളെ കാർത്തി അടിക്കുകയാണ്. പക്ഷേ ആ ഫയൽ ഇപ്പോൾ കാർത്തി വാങ്ങിച്ചിരിക്കുന്നു. മറ്റേയാൾ ബൈക്കും കൊണ്ടുവന്നപ്പോൾ ഇയാൾ അതിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. കാർത്തി ആ ഫയലിലേക്ക് നോക്കുന്നു. ശേഷം പെട്ടെന്ന് മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു. വല്ലതും പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഈ ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, വാ കാറി കയറി, ഞാൻ പുറകെ ഉണ്ട് എന്നൊക്കെ കാർത്തി അവരോട് പറയുന്നുണ്ട്. തുടർന്ന് ആ ഫയലുമായിട്ട് നേരെ വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. 3 പേരുണ്ട്. അല്പം സീരിയസ് ആയ ഒരു മാറ്ററാണ് ഇത്. പല സ്കാനിംഗ് സെന്ററിൽ നിന്ന് നന്ദിനി ദേവിയെ സ്കാനിംഗ് ചെയ്ത റിപ്പോർട്ടാണ്. ഇതിലൊന്നിലും നന്ദിനി ദേവിയുടെ വയറ്റിൽ ക്യാൻസർ ആയ ഒരു ഗ്രോത്ത് കാണുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ മാത്രം നന്ദിനി ദേവിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കാർത്തി. അങ്ങനെ അവരത് പരിശോധിക്കുന്നുണ്ട്. എല്ലാം പരിശോധിച്ചതിന് ശേഷം ആ ഡോക്ടർ പറയുന്നു, എങ്ങനെ മാപ്പ് പറയണമെന്ന് അറിയില്ല കാർത്തിക് സാർ, ഇതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല സംഭവിച്ചിരിക്കുന്നത്. സോറി, എക്സ്ട്രീംലി സോറി. നന്ദിനി ദേവി ക്യാൻസർ പേഷ്യൻ്റ് അല്ല. ഇത് കേട്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് എന്താണ് ഇങ്ങനെയെന്ന് ജയറാം. അതെ, അതാണ് ഞാനും ആലോചിക്കുന്നത്. പേഷ്യന്റിന്റെ മാനസിക നില തകർക്കുന്ന അതിഗുരുതരമായ ഒരു വീഴ്ചയല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ. ഈ റിപ്പോർട്ടിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് ഡോക്ടർ എന്ന് കാർത്തി. നന്ദിനി ദേവി സ്കാൻ ചെയ്തത് ഈ റിപ്പോർട്ട് എന്നത് ആരാണെന്ന് ഡോക്ടർ. അത് 2 പേരായിരുന്നു, അതിലൊരാളാണ് തന്നത്, പേരറിയില്ല എന്ന് മീനാക്ഷി. ഞാൻ അവരെ വിളിപ്പിക്കാമെന്ന് ഡോക്ടർ. അങ്ങനെ 2 പേരെയും അവിടേക്ക് വിളിപ്പിക്കുകയാണ് ഡോക്ടർ. അതിലൊരാൾ ടെൻഷനോട് നിൽക്കുന്നു. അവന്മാർ വന്നിട്ടുണ്ട്, പോരെങ്കിൽ അയാൾ ഒരു ACP ആണ്, മുങ്ങിയേക്കാം അല്ലെങ്കിൽ തടി കേടാവുമെന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട്. മറ്റൊരാളാണ് ഇപ്പോൾ അവിടേക്ക് വരുന്നത്. നന്ദിനി ദേവിയുടെ സ്കാനിംഗ് റിപ്പോർട്ടാണിത്. രോഗമില്ലാത്ത ഒരാളെ രോഗം ഉള്ളവരാക്കി മാറ്റി, അതും ക്യാൻസർ. ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തോണ്ടാണ് നിങ്ങൾ ഈ റിപ്പോർട്ട് തിരുത്തി എഴുതിയത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു. മേഡം, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നന്ദിനിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് തിരുത്തി കൊടുത്തത് ഞാനല്ല. നിങ്ങളല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അല്ല എന്ന് അവർ പറയുന്നു. സ്റ്റാൻലി ആയിരിക്കും, മറ്റാരും ലാബിൽ ഇല്ലായിരുന്നല്ലോ എന്നും അയാൾ പറയുന്നു. അവനൊരു 10 മിനിറ്റ് മുമ്പേ ലാബിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു, എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയെന്ന് അയാൾ വന്നാലുടൻ എന്നെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയെന്ന് പറയണമെന്ന് ഡോക്ടർ. അവൻ ഇനി വരാൻ സാധ്യതയില്ല, പിടി വീണു എന്നറിഞ്ഞ് അവൻ മുങ്ങിയതാണെന്ന് കാർത്തി പറയുന്നു. ഞാൻ വെറുതെ വിടില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ കാർത്തി പറയുന്നു, അവനെ ഇനി എനിക്ക് വിട്ടേക്ക്, അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നന്ദിനി ദേവിക്ക് ഒരു രോഗവുമില്ല. ഇങ്ങനെയൊരു വീഴ്ച പറ്റിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്നും ഡോക്ടർ അവരോട് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. വലിയമ്മാവനും മീനാക്ഷിയും പോയിക്കോളൂ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് 3 പേരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം സ്റ്റാൻലി എന്ന് പറയുന്ന അയാൾ കാറിൽ കയറി പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് കാർത്തി വന്നിരിക്കുന്നു. ഗ്ലാസിൽ തട്ടുകയാണ്. അയാൾ കാർത്തിയെ കണ്ടതും ഞെട്ടി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.